നമസ്കാരം. ഇന്നത്തെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ലെഡ്ജർ പോസ്റ്റിംഗ്, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ എന്നിവ ഓട്ടോമാറ്റിക് ആയി ചെയ്യുമെങ്കിലും ഇതിൻ്റെയെല്ലാം ലോജിക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലെഡ്ജർ പോസ്റ്റിംഗ്, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എന്നിവയാണ്. അതിനായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായ കുറേ ജേണൽ എൻട്രികളാണ്. ഇതിൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിനായി GST, TDS എന്നിവ ഉൾപ്പെടുത്തിയിട്ടില്ല. GST, TDS എന്നിവ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ലെഡ്ജർ പോസ്റ്റിംഗ് എന്നാൽ ജേണലിൽ നിന്നും എൻട്രീസിനെ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ്. ലെഡ്ജർ പോസ്റ്റിംഗിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ജേണൽ എൻട്രി പരിശോധിക്കുക. ഏതൊക്കെ അക്കൗണ്ടുകളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. ഡെബിറ്റ് എമൗണ്ട് റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. ക്രെഡിറ്റ് എമൗണ്ട് റെസ്പെക്റ്റീവ് ലെഡ്ജറിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. മെയിൻ ലെഡ്ജറിനെയാണ് നമ്മൾ ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത്. ജനറൽ ലെഡ്ജറിന് ചിലപ്പോൾ സബ് ലെഡ്ജർ ഉണ്ടാകാം. എക്സാമ്പിൾ, അക്കൗണ്ട് റിസീവബിൾ ഒരു ജനറൽ ലെഡ്ജർ ആണ്. എന്നാൽ ഓരോ കസ്റ്റമർ ലെഡ്ജേഴ്സ് സബ് ലെഡ്ജേഴ്സായി കണക്കാക്കാം. അക്കൗണ്ട് റിസീവബിൾ ജനറൽ ലെഡ്ജർ ബാലൻസ് എന്നാൽ മൊത്തം ഇൻഡിവിജ്വൽ കസ്റ്റമർ ലെഡ്ജർ ബാലൻസുകളുടെ ടോട്ടലാണ്. അതുപോലെ തന്നെയാണ് അക്കൗണ്ട് പേയബിൾ. ഫിക്സ്ഡ് അസറ്റ് ലെഡ്ജർ എടുത്താൽ അതിൽ എക്യുപ്മെൻറ്റ് ലെഡ്ജറും ഫർണിച്ചർ ലെഡ്ജർ മുതലായവ ഉണ്ടാവാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ക്യാഷ് ലെഡ്ജറാണ്. പല അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലും പല ഫോർമാറ്റായിരിക്കും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫോർമാറ്റ് ഉപയോഗിച്ചത്. 1 മാർച്ച് 2024 ബിസിനസ് തുടങ്ങാനായി ഓണർ 50,000 rupees ക്യാഷായി കൊണ്ടുവന്നു. ക്യാപിറ്റൽ അക്കൗണ്ടായി അക്കൗണ്ടൻ്റ് ആയ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതിനാൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. അന്ന് ഈവനിങ്ങിൽ കമ്പനിയുടെ കയ്യിൽ 50,000 ഉണ്ട്. അത് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി ടാലി ചെയ്തു. ഫിസിക്കൽ ക്യാഷും ബുക്ക് ബാലൻസും എല്ലാ ദിവസവും ടാലി ചെയ്യണമല്ലോ. നെക്സ്റ്റ് ഡേ റെൻറ്റ് ഇനത്തിൽ 5,000 രൂപ കൊടുത്തു. ഇപ്പോൾ ക്യാഷ് ബാലൻസ് 45,000 രൂപയായി. ഇത്തരത്തിൽ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുക. അങ്ങനെ 15/3/2024 ആയപ്പോഴേക്കും കമ്പനിയുടെ കയ്യിൽ 28,500 രൂപ ഉണ്ട്. അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായി എടുക്കുന്നു. ഇത് എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. കാരണം ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ക്യാഷ് ഒരിക്കലും ക്രെഡിറ്റ് ബാലൻസ് വരില്ലല്ലോ. കാരണം എന്താണ്? ഇല്ലാത്ത ക്യാഷ് ചെലവാക്കാൻ പറ്റില്ല. ഇനി ഈ ട്രാൻസാക്ഷൻ എല്ലാം ബാങ്ക് അക്കൗണ്ടിലാണ് എന്ന് കരുതുക. അപ്പോൾ എൻട്രീസ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ ലെഡ്ജർ നെയിം ബാങ്ക് എന്നായിരിക്കും. ഉദാഹരണത്തിന് ബിസിനസ് ഓണർ ക്യാഷ് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ബാങ്ക് എന്ന ലെഡ്ജർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ നിന്നും മെസ്സേജ് വരാറില്ലേ? യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് 50,000. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അറിയാത്തവർക്ക് ഒരു സംശയം ഉണ്ടാവാം. നമ്മളിവിടെ ഡെബിറ്റ് ആണല്ലോ ചെയ്തത്, അവർ എന്തിന് ക്രെഡിറ്റ് ചെയ്തു എന്ന് സംശയം തോന്നാറില്ലേ? കാരണം അവർ അവരുടെ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ലെഡ്ജറുകൾ കൂടി പരിശോധിക്കാം. അക്കൗണ്ട് റിസീവബിൾ ക്രെഡിറ്റ് സെയിൽസ് വഴി 35,000 രൂപ കിട്ടാനുണ്ട്. 9/3/2024 5,000 രൂപ കിട്ടി. ബാക്കി 30,000 രൂപ കിട്ടാനുണ്ട്. അത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. റെൻറ്റ് എക്സ്പെൻസ്, റെൻറ്റ് ക്യാഷായി കൊടുത്തു. ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. അത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി സെയിൽസ് അക്കൗണ്ട്, ക്രെഡിറ്റ് സെയിൽസ് 35,000 രൂപ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതിനാൽ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ അസറ്റ്, ലയബിലിറ്റീസ്, റവന്യൂ, എക്സ്പെൻസ് എന്നിങ്ങനെ വേർതിരിച്ച് റെക്കോർഡ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. ട്രയൽ ബാലൻസ് എന്നാൽ അത് എല്ലാ ലെഡ്ജറിൻ്റെയും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസുകൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ജേണൽ എൻട്രി ടോട്ടൽ ടാലി ആണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്തെല്ലാം എന്ന് നോക്കാം. ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് തീരുമാനിക്കുക. ടോട്ടൽ ഡെബിറ്റ്സ് ടോട്ടൽ ക്രെഡിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ്. ടോട്ടൽ ക്രെഡിറ്റ്സ് ടോട്ടൽ ഡെബിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അക്കൗണ്ട് ബാലൻസ് അപ്രോപ്രിയേറ്റ് കോളത്തിൽ എൻ്റർ ചെയ്യുക. ഡെബിറ്റ് ബാലൻസ് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ്
ക്രെഡിറ്റ് കോളത്തിൽ എൻ്റർ ചെയ്യുക. ടോട്ടൽ ഡെബിറ്റ് കോളവും ടോട്ടൽ ക്രെഡിറ്റ് കോളവും ഈക്വൽ ആവണം. ടാലി അല്ലെങ്കിൽ ലെഡ്ജർ ബാലൻസിങ്ങും ചെക്ക് ചെയ്യുക. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ട്രയൽ ബാലൻസിലെ ഓരോ അക്കൗണ്ടിൻ്റെയും നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഉദാഹരണത്തിന് റവന്യൂ, എക്സ്പെൻസസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി മുതലായവ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു പീരിയഡിലെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. എല്ലാ റവന്യൂ ഐറ്റവും എടുക്കുക, അതുപോലെ എല്ലാ എക്സ്പെൻഡിച്ചർ ഐറ്റവും എടുക്കുക. റവന്യൂ ഐറ്റത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്നത് ആണ് പ്രോഫിറ്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ലോജിക് മനസ്സിലാക്കിയതിന് ശേഷം പറയാം. നിങ്ങൾ കാണുന്ന ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ 1,03,000 രൂപയാണ്. ഡെബിറ്റ് സൈഡ് 1,03,000, ക്രെഡിറ്റ് സൈഡ് 1,03,000. നിങ്ങൾ കാണുന്ന ട്രയൽ ബാലൻസിൽ റവന്യൂ ഐറ്റം ഗ്രീൻ കളറും എക്സ്പെൻസ് ഐറ്റം റെഡ് കളറും അതുപോലെ തന്നെ അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് നിന്ന് കുറയ്ക്കേണ്ട ഐറ്റംസ് യെല്ലോ കളർ ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റി ഐറ്റം ബ്ലൂ കളർ ആണ് ചെയ്തിരിക്കുന്നത്. റവന്യൂ ഐറ്റം ടോട്ടൽ 42,000 രൂപയും എക്സ്പെൻഡിച്ചർ ഐറ്റം 30,500 രൂപയുമാണ് ഉള്ളത്. റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ്. അതായത് 42,000 മൈനസ് 30,500 രൂപ, 11,500 രൂപയാണ് പ്രോഫിറ്റ്. അങ്ങനെ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചറായ 30,500 കുറച്ചാൽ പ്രോഫിറ്റ് 11,500 രൂപ ലഭിക്കും. ബാലൻസ് ഷീറ്റ് ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേക സമയത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് കാണിക്കുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയെന്ന് നോക്കാം. എല്ലാ അസറ്റുകളും ലിസ്റ്റ് ചെയ്യുക, എല്ലാ ലയബിലിറ്റികളും ലിസ്റ്റ് ചെയ്യുക, ഓണർ ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുകയും ലോസ് ആണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പുകളാണ് ഉള്ളത്. സ്ക്രീനിൽ കൊടുത്തതുപോലെ ടോട്ടൽ അസറ്റ്സ് 72,500 ടോട്ടൽ ലയബിലിറ്റീസ് 61,000 ആണ് ഉള്ളത്. നെറ്റ് പ്രോഫിറ്റായ 11,500 ലയബിലിറ്റി സൈഡിൽ ആഡ് ചെയ്താൽ ടോട്ടൽ ലയബിലിറ്റീസ് 72,500 ആയി മാറും. ഇവിടെ നമ്മൾ ചെയ്തത് ടോട്ടൽ ട്രയൽ ബാലൻസിൽ റവന്യൂ ഐറ്റംസും എക്സ്പെൻഡിച്ചർ ഐറ്റംസും സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ നെറ്റ് ബാലൻസ് എടുത്ത് ബാലൻസ് ഷീറ്റ് ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടോട്ടൽ അസറ്റായ 72,500 കൂടി ടോട്ടൽ എക്സ്പെൻഡിച്ചറായ 30,500 ആഡ് ചെയ്താൽ ടോട്ടൽ ട്രയൽ ബാലൻസ് ആയ 1,03,000 കിട്ടി. അതുപോലെ തന്നെ ടോട്ടൽ ലയബിലിറ്റീസിനോട് ടോട്ടൽ റവന്യൂ കൂട്ടിയപ്പോൾ ട്രയൽ ബാലൻസ് ടോട്ടലായ 1,03,000 കിട്ടി. അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇനി ഇത് ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ ആക്കുകയേ വേണ്ടൂ. നിങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ടി ഫോർമാറ്റിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ റവന്യൂ ഐറ്റംസ് ഒരു ഭാഗത്തും പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നിവ മറുഭാഗത്തും കാണിച്ചിരിക്കുന്നു. റവന്യൂ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസസ് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇസിക്കൽ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന ഫോർമുല നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ നമ്മുടെ ഉദാഹരണത്തിൽ ഗ്രോസ് പ്രോഫിറ്റ് 27,000 രൂപയാണ്. സ്ക്രീനിൽ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ശ്രദ്ധിക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ആയ 27,000 രൂപയും സർവീസ് റവന്യൂ ആയ 7,000 രൂപയും കൂട്ടി 34,000 രൂപ റവന്യൂ സൈഡിലും അഡ്വർടൈസ്മെൻറ്റ്, റിപ്പയർ എക്സ്പെൻസസ്, സാലറി, ഡിപ്രീസിയേഷൻ, യൂട്ടിലിറ്റീസ്, റെൻറ്റ് മുതലായ എക്സ്പെൻസസ് സൈഡിലും കൊടുത്തിരിക്കുന്നു. നെറ്റ് ബാലൻസ് ആയ നെറ്റ് പ്രോഫിറ്റ് 11,500 രൂപ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്ക്രീനിൽ കാണുന്ന ബാലൻസ് ഷീറ്റ് ശ്രദ്ധിക്കുക. അതിൽ അസറ്റ് സൈഡിൽ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 12,000 രൂപയിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനായ 1,000 രൂപ കുറച്ച് 11,000 രൂപയും, കറണ്ട് അസറ്റ്സ്, അക്കൗണ്ട്സ് റിസീവബിൾ, ക്യാഷ് മുതലായവ 58,500 രൂപയുമുണ്ട്, 69,500 രൂപ. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ് 11,500 ലെസ് ഡ്രോയിങ്, അങ്ങനെ 59,500 രൂപ. ലോൺ ലയബിലിറ്റീസ് 10,000 രൂപ. ടോട്ടൽ ലയബിലിറ്റീസ് 69,500 രൂപ. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 2,000 രൂപ ഉണ്ടെന്ന് കരുതുക.
എന്ത് സംഭവിക്കും? സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ശ്രദ്ധിക്കുക. ക്ലോസ് സ്റ്റോക്കായ 2000 രൂപ റവന്യൂ സൈഡിൽ ആഡ് ചെയ്തിരിക്കുന്നു. അതിനനുസൃതമായി ഗ്രോസ് പ്രോഫിറ്റ് 2000 രൂപ കൂടിയിരിക്കുന്നു. അങ്ങനെ 29,000 രൂപ ഗ്രോസ് പ്രോഫിറ്റായി. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റായ 11,500 രൂപ 2000 വർദ്ധിച്ച് 13,500 രൂപയായി. ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ്സിൻ്റെ കൂടെ ക്ലോസ് സ്റ്റോക്ക് 2000 രൂപ ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് 60,500 രൂപയും ടോട്ടൽ ബാലൻസ് ഷീറ്റ് 71,500 രൂപയുമായി. അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് 13,500 രൂപയും ആഡ് ചെയ്തു. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 2000 രൂപ അധികമായതിനാൽ ടോട്ടൽ ക്യാപിറ്റൽ അക്കൗണ്ട് 61,500 രൂപയായി മാറി. അങ്ങനെ ടോട്ടൽ ലയബിലിറ്റീസ് 71,500 രൂപയുമായി. ഇതിൽ നിന്നും ക്ലോസ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലായി കാണുമല്ലോ.